നമസ്കാരം. ഡെയിലി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ സ്ഥാനമുറപ്പിച്ച് രമേശ് ചെന്നിത്തല. ആഭ്യന്തരവും വിജിലൻസും ചെന്നിത്തലയ്ക്ക്. വീട്ടിലെത്തി അനുനയിപ്പിച്ച് വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും. ധനവകുപ്പ് വി.ഡി. സതീശന്. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയടക്കം 12 മന്ത്രിമാർ ഉണ്ടായേക്കും. മന്ത്രിസ്ഥാനം ഉറപ്പിച്ചത് 8 പേർ. മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം. മന്ത്രിമാർ ആരൊക്കെ എന്നതിൽ ആശയക്കുഴപ്പം. ചർച്ച തുടരുമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 1 മന്ത്രി. അനൂപ് ജേക്കബും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിമാരാകും. സി.പി. ജോണിന് മുഴുവൻ ടേം നൽകും. പട്ടിക നാളെ ഗവർണർക്ക് കൈമാറും. സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM നേതൃത്വത്തിനെതിരെ ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ അതിരൂക്ഷ വിമർശനം. കണ്ണൂരിന് പിന്നാലെ പത്തനംതിട്ടയിലും കൊല്ലത്തും നേതൃത്വത്തിനെതിരെ അംഗങ്ങൾ. പി.കെ. ശ്യാമളയെ മത്സരിപ്പിച്ചതിൽ കണ്ണൂരിലും കൊല്ലത്തും വിമർശനം. പെരുമാറ്റമാണ് വീണ ജോർജിന്റെ തോൽവിക്ക് കാരണം. പാലക്കാട് വിഭാഗീയത ശക്തമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ. നെതർലൻഡ്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വൻ വരവേൽപ്പ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ പങ്കാളിത്തം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കും. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ഇറാനെതിരെ അമേരിക്ക ശക്തമായ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 2.0 നടപ്പാക്കാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്നും റിപ്പോർട്ട്. ട്രംപിന്റെ നിർണായക തീരുമാനം ചൈനയിൽ നിന്നും തിരിച്ച് എത്തിയതിന് പിന്നാലെ. വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച 8 കോൺഗ്രസ് നേതാക്കളുടെ പട്ടിക ഏകദേശം പുറത്തു വന്നു. സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, M ലിജു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ മന്ത്രിമാരാകും. ഇനിയും കുറച്ച് പേരുകൾ കൂടി വരാനുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ നൽകിയേക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ലീഗിൽ 5 മന്ത്രിമാർ ഉണ്ടായേക്കും. അതേസമയം KPCC ആസ്ഥാനത്ത് ഇന്ന് തിരക്കിട്ട ചർച്ചകളുടെ ദിനമായിരുന്നു. മന്ത്രിസഭാ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി രാവിലെ മുതൽ നേതാക്കളുടെ ഒഴുക്കായിരുന്നു. വൈകുന്നേരത്തോടെ ചർച്ചകൾ ചൂടുപിടിച്ചു. നാളെ ഉച്ചയോടെ മന്ത്രിസഭയിൽ ആരൊക്കെ ഉൾപ്പെടുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നേക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി ആൻഫ്ലിറ്റ് സൂസ ചേരുന്നുണ്ട്. ആൻഫ്ലിറ്റ്, ഘടകകക്ഷികളുടെ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നാളെ ഉച്ചയോടെ തീരുമാനമുണ്ടാകും. വൈകിട്ടോടുകൂടി ഗവർണറെ കണ്ടേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. മറ്റന്നാൾ സത്യപ്രതിജ്ഞയ്ക്കുള്ള തയ്യാറെടുപ്പുകളും പുരോഗമിക്കുകയാണല്ലോ. തീർച്ചയായും ഈ മാരത്തോൺ ചർച്ചകൾ നടന്നിട്ട് പോലും അന്തിമമായൊരു തീരുമാനത്തിലെത്താനായി കോൺഗ്രസിനോ UDF നേതാക്കൾക്കോ കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്നൊരു പകൽ മുഴുവനും രാഷ്ട്രീയ കേരളം വീക്ഷിക്കുന്നത് പോലും എത്ര മന്ത്രിമാർ എങ്ങനെ വകുപ്പ് ഘടകകക്ഷികൾക്ക് എത്ര എന്നതായിരുന്നു. പക്ഷെ ഈ പകൽ മുഴുവനും ഈ രാത്രി ഇപ്പോഴും KPCC ആസ്ഥാനത്ത് ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ രീതിയിലാണ് പകൽ, അതായത് അർദ്ധരാത്രി കഴിഞ്ഞാലും ഈ ചർച്ച നീളുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു തീരുമാനത്തിലെത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതേസമയം ഇന്നുണ്ടായ ഏറ്റവും വലിയൊരു ആശ്വാസം കോൺഗ്രസ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞുവെന്നാണ്. രമേശ് ചെന്നിത്തലയെ വീട്ടിൽ പോയി കണ്ടുന്നു വി.ഡി. സതീശൻ, അപ്പോൾ കെ.സി. വേണുഗോപാലും. അതിനുശേഷം അദ്ദേഹം മുന്നോട്ട് വെച്ച ഉപാധികളൊക്കെ അംഗീകരിക്കുന്ന രീതിയിലേക്കാണ്, അതായത് ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് വിട്ടു നൽകാനായി വി.ഡി. സതീശൻ ക്യാമ്പ് തയ്യാറാകുന്നു. അങ്ങനെ വിജിലൻസും ആഭ്യന്തരവും വിട്ടു നൽകി ധനകാര്യം മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശൻ തന്നെ കൈകാര്യം ചെയ്യും. അങ്ങനെയാണ് ധാരണയിലെത്തിയാണ് രമേശ് ചെന്നിത്തല ക്യാബിനറ്റിൽ ഉൾപ്പെടുന്നു. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ടീം UDF ഒറ്റക്കെട്ടാണ് എന്നൊരു സന്ദേശം ഇതിലൂടെ നൽകുന്നു. മറ്റു മന്ത്രിമാരുടെ കാര്യത്തിൽ ഉറപ്പായത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, M ലിജു, ബിന്ദു കൃഷ്ണ, ചാണ്ടി ഉമ്മൻ, ഇങ്ങനെ പേരുകൾ കൃത്യം, അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 പേരാണ്. അതിൽ മുഖ്യമന്ത്രിയും ഒപ്പം രമേശ് ചെന്നിത്തലയും മാറ്റി നിർത്തിയാൽ ബാക്കി 10 പേരെ തീരുമാനിക്കുന്നതിൽ ആദ്യത്തെ ഒരു 6-7 പേര് ഉറപ്പിച്ചാൽ അവസാനത്തെ പേരുകളായ 3 പേര് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള 4 MLA-മാരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പിടിവാശി തന്നെ നിൽക്കുകയാണ്. അതായത് ജ്യോതികുമാർ ചാമക്കാല്, അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ, TJ വിനോദ്, ഇവരുടെ പേരുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടി പരിഗണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പേരുകൾ മാറി ആ ചർച്ചയാണ് അനന്തമായി നീളുന്നത്. അത് നാളെ ഉച്ചയോടുകൂടി അല്ലെങ്കിൽ നാളെ പകൽ കൊണ്ട് അത് തീരുമാനം ഉണ്ടാക്കും. അതിനുശേഷം ഘടകകക്ഷിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട്. ഘടകകക്ഷി ഇപ്പോൾ ലീഗിന് 5 മന്ത്രി സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ഏറെക്കുറെ എല്ലാം തീരുമാനമായി. ഇനി ജോസഫ് വിഭാഗത്തിന് 2 മന്ത്രി എന്നതിൽ അവർ ഉറപ്പിച്ചു നിൽക്കാൻ ഒരു തരത്തിൽ പോലും 3 തവണയായിരുന്നു അവരുമായി ചർച്ച നടത്തി. എന്നിട്ട് പോലും തീരുമാനമായാൽ നാളെ ആ ചർച്ച പിന്നെയും തുടരും.
അതോടൊപ്പം തന്നെയും RSPക്ക് ഷിബു ബേബി ജോൺ തന്നെയാണ് മന്ത്രിസ്ഥാനം. അതേസമയം CMPയുടെ CP ജോൺ മുഴുവൻ സമയം മന്ത്രിയാണ്. അത് ടേം വ്യവസ്ഥയിലല്ല. ഏതാണ് മറ്റ് 2 മന്ത്രിമാർ മാണി സി കാപ്പനും അനൂപ് ജേക്കബിനും ടേം വ്യവസ്ഥയാണ് പറഞ്ഞത്. പക്ഷേ മാണി സി കാപ്പൻ അതിനോട് തയ്യാറല്ല. 2 തവണ മാണി സി കാപ്പനും ചർച്ച ചെയ്ത് അദ്ദേഹം കടുത്ത അതൃപ്തിയിലാണ്. ടേം വ്യവസ്ഥ അദ്ദേഹത്തിന് ഒട്ടും യോജിപ്പല്ല എന്നറിയിച്ചു. അതുകൊണ്ട് തന്നെയും ഘടകകക്ഷികളിൽ ജോസഫ് വിഭാഗം ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുമായി വീണ്ടും ചർച്ച നടത്തേണ്ടതുണ്ട്. ജോസഫ് വിഭാഗവുമായി നാളെയാകും ചർച്ച നടത്തുക. അങ്ങനെ കോൺഗ്രസിലെ ചർച്ചയും ഘടകകക്ഷികളുടെ ചർച്ചകൾ നാളെയും തുടരും. അതിനുശേഷം ആണ് അന്തിമ പട്ടിക, അതായത് 21 മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിസഭാ അംഗങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിടുകയുള്ളൂ. അത് വാർത്താ സമ്മേളനം വിളിച്ച് അറിയിക്കും. അതിനുശേഷം ആ ലിസ്റ്റുമായി ലോക്ഭവനിലെത്തി ഗവർണറെ കാണാം. അങ്ങനെയെങ്കിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും നാളെ ഒരു ഏറെ വൈകിയും രാത്രിയോടുകൂടിയാവും ലിസ്റ്റ് ലോക്ഭവനിൽ എത്തുക എന്ന് തന്നെയാണ്. അതേസമയം മറ്റന്നാൾ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മൻഫിൽ ഡിസൂസിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഐക്യ സന്ദേശവുമായി KCയും VDയും അനാവശ്യ വാശി ആർക്കുമില്ല എന്ന് VD സതീശൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും കൂടി ആലോചിക്കും. VD മന്ത്രിസഭയിലേക്ക് പൂർണ്ണ പിന്തുണയെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. VDയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ KC വേണുഗോപാൽ ചെന്നിത്തലയും വീട്ടിലെത്തി കണ്ടു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ KC വേണുഗോപാലിനെ സന്ദർശിക്കാനെത്തി. KC തിരുവനന്തപുരത്തെത്തി 15 മണിക്കൂർ പിന്നിട്ടപ്പോൾ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് 40 മിനിറ്റിലേറെ ദൈർഘ്യമുണ്ടായിരുന്നു. ശേഷം ഐക്യത്തിന്റെ സന്ദേശവുമായി KCയും VDയും മാധ്യമങ്ങൾക്ക് മുന്നിൽ. പാർട്ടി തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടി തീരുമാനത്തിന് മേൽ ഉറച്ചു നിന്ന് പോരാടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിനെ കുറിച്ച് ജനങ്ങൾ വളരെ പ്രതീക്ഷയോട് നോക്കിക്കാണുകയാണ്. ഈ നാട്ടിലെ പാവപ്പെട്ടവരെയും സാധാരണക്കാരനെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള ഒരു ദൗത്യമാണ് ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിലേക്ക് വന്നിരിക്കുന്നത്. അത് അദ്ദേഹം നിർവഹിക്കുമ്പോൾ പൂർണ്ണ പിന്തുണ ഒരു കോൺഗ്രസ്സുകാരനായി നൽകുക എന്ന ഉത്തരവാദിത്വമായിരിക്കും ഞാൻ നിർവഹിക്കുന്നത്. ഒരു തർക്കവുമില്ലെന്നും മികച്ച കൂടിയാലോചനകളാണ് നടക്കുന്നതെന്നും VD സതീശൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു വിഷയവും തർക്കത്തിലില്ല. ഞങ്ങൾ 10 മിനിറ്റ് 15 മിനിറ്റായി ഇരുന്നാൽ തീരാത്ത ഒരു വിഷയം ഇതിൻ്റെ അകത്തില്ല. അദ്ദേഹം പറയുന്നത് തന്നെ ആയിരിക്കും ഞാൻ പറയുന്നത് തന്നെ ആയിരിക്കും അതായിരിക്കും കറക്റ്റ് എന്ന് പറയും. എനിക്കെന്തെങ്കിലും തെറ്റിയാൽ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്ത് ആർക്കെങ്കിലും വേണ്ടി വാശി പിടിക്കുകയോ ആരെയും വെക്കരുതെന്ന് വാശി പിടിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല. തൊട്ടു പിന്നാലെ KC ചെന്നിത്തലയുടെ വഴുതക്കാട്ട് വീട്ടിലേക്ക്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും മാധ്യമങ്ങളെ കണ്ടു. RC മുറിച്ചിട്ട കോൺഗ്രസ് ആണ്, മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങളെല്ലാം അങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഒന്നും ഉണ്ടാവില്ല. RC എന്താഗ്രഹിക്കുന്നതോ ഉണ്ടാവും. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ ഇടഞ്ഞ ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ നിരവധി ചർച്ചകൾ നടന്നു. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സതീശൻ സ്വീകരിച്ച സമവായ നിലപാടുകൾ തർക്കങ്ങളെ കൈയടക്കത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞുവെന്നതും ശ്രദ്ധേയം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം എല്ലാം ശുഭമായി അവസാനിപ്പിച്ചുവെന്നും ന്യായമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കിയെന്നും K സുധാകരൻ. ചെന്നിത്തലയുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നാണ് വിശ്വാസമെന്ന് സുധാകരൻ പ്രതികരിച്ചു. അതേസമയം സംതൃപ്തനാണോ എന്ന ചോദ്യത്തിന് K സുധാകരനെ കാണുന്നത് തന്നെ എപ്പോഴും സംതൃപ്തിയാണ് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. എല്ലാം ശുഭമായി അവസാനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്കകത്ത് ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഇത്രയും മാനമായി ഇത്രയും സമാധാനപരമായി തീർത്ത നല്ല സംഭവമാണിത്. അതുകൊണ്ട് കോൺഗ്രസിന് ഒരു പുതിയ മുഖച്ഛായ വന്നു. പരിഹരിക്കപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എന്തോ ഒരു ചെറിയൊരു പോരായ്മ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് കാലക്രമേണ തീർത്തു കൊടുക്കും. K സുധാകരനെ കാണുന്ന എപ്പോഴും സന്തോഷമുള്ള K സുധാകരനുമായിട്ടുള്ള ഏത് ചർച്ചയും സംഭാഷണവും സംതൃപ്തികരം തന്നെയാണ്. ഞാനും അദ്ദേഹവും വളരെ വർഷങ്ങളുടെ ബന്ധമാണല്ലോ. ഞാൻ KPC പ്രസിഡന്റായി 10 വർഷം ഇരുന്നപ്പോൾ എന്നോടൊപ്പം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത്ര മനസ്സിന് വലിയ വലിപ്പമുള്ള ആളാണ് K. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമല്ലാത്ത കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ് താനെന്ന് പയ്യന്നൂരിലെ നിയുക്ത MLA V കുഞ്ഞികൃഷ്ണൻ. മന്ത്രിസഭാ രൂപീകരണത്തിൽ തിരക്കിട്ട ചർച്ചകൾ തുടരുന്നതിനിടയിൽ രമേശ് ചെന്നിത്തലയെ സന്ദർശിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പയ്യന്നൂരിലെ കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത MLA എന്ന് രമേശ് ചെന്നിത്തല അഭിസംബോധന ചെയ്തത് തിരുത്തിക്കൊണ്ടാണ് V കുഞ്ഞികൃഷ്ണൻ സംസാരിച്ചത്. മന്ത്രി ചർച്ചകൾ തനിക്ക് യാതൊരു പങ്കുമില്ല, ചെന്നിത്തലയെ കണ്ട് നന്ദി അറിയിക്കാൻ മാത്രമാണ് വന്നതെന്നും കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചു. കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതല്ലാത്ത സ്ഥാനാർത്ഥി, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതല്ലാത്ത ഒരു സ്ഥാനാർത്ഥി
ആദ്യമായി ജയിക്കുന്നതാണ്. അപ്പോൾ UDF വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച് അധികാരത്തിൽ വരികയാണ്. മറ്റന്നാൾ അധികാരം ഏറ്റെടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു 2 ദിവസം മന്ത്രിമാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം നാളെ എന്ന് PK കുഞ്ഞാലിക്കുട്ടി. ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും UDF നാളെ പ്രഖ്യാപനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് UDFിൻ്റെ തീരുമാനം UDF എല്ലാം അപ്രൂവ് ചെയ്യുമ്പോൾ എല്ലാ കക്ഷികളുമായിട്ടുള്ള ഡിസ്കഷൻസ് കഴിഞ്ഞിട്ടേ UDFിൻ്റെ തീരുമാനം അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങളുടെ ഡിസ്കഷൻ്റെ ഡീറ്റെയിൽസ് വി ആർ നോട്ട് സപ്പോർട്ട്സ് ടു സേ. ഒന്നും പറയാൻ പാടില്ല. അതാണ്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശനെ സന്ദർശിച്ച ആശാ വർക്കേഴ്സ് സമരസമിതി നേതാക്കൾ തങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി അറിയിച്ചുവെന്നും ആദ്യ ക്യാബിനറ്റിൽ തന്നെ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ആശാ സമരസമിതി നേതാക്കൾ പ്രതികരിച്ചു. പാലക്കാട് ജില്ലയിൽ CPMൽ വിഭാഗീയത രൂക്ഷമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ്. തൃത്താല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ പരാജയത്തിന് കാരണം പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. വിഭാഗീയ പ്രവർത്തനങ്ങൾ പരിഹരിക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് CPM. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട നിലയാണ് CPMന് ജില്ലയിലുള്ളത്. എങ്കിലും ജില്ലയിൽ 2 മണ്ഡലങ്ങൾ മാത്രം കയ്യിലുണ്ടായിരുന്ന UDF ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ 5 മണ്ഡലം എന്ന നിലയിലേക്ക് ഉയർന്നു. തൃത്താല മണ്ഡലത്തിൽ മന്ത്രി MB രാജേഷ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും പരാജയപ്പെട്ടു. CPM തൃത്താല ഏരിയ കമ്മിറ്റിയിലെ ഐക്യമില്ലായ്മ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. CPM തൃത്താല ഏരിയ സമ്മേളനത്തിലും വിഭാഗീയത പരസ്യമായി പുറത്തുവന്നിരുന്നു. നെന്മാറയിൽ ഭൂരിപക്ഷം കുറയാൻ കാരണവും CPMലെ പ്രശ്നം തന്നെയാണെന്ന് യോഗം വിലയിരുത്തി. മണ്ഡലം നിലവിൽ വന്നതിനു ശേഷം CPMനെ കൈവിടാത്ത കോങ്ങാട് ഇത്തവണ അട്ടിമറി വിജയമാണ് UDF നേടിയത്. PK ശശി പ്രഭാവം മണ്ഡലത്തിലെ പരാജയത്തിന് കാരണമായി എന്നും നിഗമനമുണ്ട്. അതേസമയം പാലക്കാട് LDF സ്ഥാനാർത്ഥിയായി CPM രംഗത്തെത്തിച്ച NMR റസാഖ് മികച്ച സ്ഥാനാർത്ഥിയാണെന്നും 2ാം സ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും യോഗം വിലയിരുത്തി. CPM PB അംഗം A വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ K രാധാകൃഷ്ണൻ, K സലീഖ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, പാലക്കാട്. കൊല്ലത്തും CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും രൂക്ഷ വിമർശനം. പരാജയത്തിന് കാരണം ഇവർ രണ്ടുപേരും ആണെന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയം പിണറായി വിജയൻ സർക്കാരിനെതിരായ ജനവിധിയാണെന്ന വിമർശനം ഉയർന്നു. തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KN ബാലഗോപാൽ, പുത്തലത്ത് ദിനേശൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ആരോപണം ഉയർന്നത്. കനത്ത തിരിച്ചടിക്ക് പിന്നാലെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയത് വീണ്ടും തെറ്റായ നീക്കമാണെന്ന വിമർശനവും ഉയർന്നു. MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരായ ജനവിധിയാണ് ഫലമെന്നും വിലയിരുത്തലുണ്ടായി. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയ ശേഷം പ്രത്യയശാസ്ത്രം പറയുന്നതിൽ എന്തർത്ഥമെന്ന ചോദ്യവും ഉയർന്നു. സംഘടനാ ദൗർലഭ്യവും കൊല്ലത്തെ തിരിച്ചടിക്ക് കാരണമായതായി യോഗത്തിൽ വിമർശനം ഉയർന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. തോൽപ്പിച്ചത് ഭരണവിരുദ്ധ വികാരമല്ല, നേതാക്കളുടെ ശൈലിയാണെന്ന് അംഗങ്ങൾ ആരോപിച്ചു. വീട്ടിൽ പോയി ചോദിക്ക് ഡാഷ് മോനെ പ്രയോഗങ്ങൾ കൊണ്ട് എന്ത് നേടിയെന്നും വിമർശനം ഉയർന്നു. പാർട്ടി തിരുത്തിയില്ല എങ്കിൽ അണികൾ തിരുത്തിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. CPMന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ എക്കാലത്തെയും വലിയ തിരിച്ചടിയാണ് പാർട്ടി നേരിട്ടത്. ഭരണമികവ് പുലർത്തിയിട്ടും ജനം തിരിഞ്ഞു. നേതാക്കളുടെ ശൈലിയാണ് ഇതിന് പ്രധാന കാരണം. പൊതുപ്രസ്താവനകളിലും മാധ്യമ പ്രതികരണങ്ങളിലും ജാഗ്രത പുലർത്തണമായിരുന്നുവെന്നും വിമർശനമുയർന്നു. സ്വഭാവ ശൈലിയുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കടുത്ത വിമർശനമാണ് നേരിട്ടത്. വീട്ടിൽ പോയി ചോദിക്ക് ഡാഷ് മോനെ തുടങ്ങിയ പ്രയോഗങ്ങൾ കൊണ്ട് എന്ത് നേടിയെന്നും നേതാക്കൾ ചോദിച്ചു. CPM മണ്ഡലങ്ങളിൽ 30,000-ലധികം പാർട്ടി വോട്ടുകൾ നഷ്ടമായെന്നാണ് കണ്ടെത്തൽ. അടിയൊഴുക്ക് കണ്ടെത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. പാർട്ടി തിരുത്തിയില്ലെങ്കിൽ അണികൾ തിരുത്തിക്കും. അതാണ് ആന്തൂർ, മലപ്പട്ടം, മയ്യിൽ പോലുള്ള മേഖലകളിൽ കണ്ടതെന്നും നേതാക്കൾ വിമർശനമായി ഉയർത്തി. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥിത്വം പാർട്ടി അണികൾക്കിടയിൽ പോലും അസ്വസ്ഥത ഉളവാക്കി. ഇവിടങ്ങളിലെ എതിർ സ്ഥാനാർത്ഥികളെ ചെറുതായി കണ്ടത് വിനയായെന്നും കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. മട്ടന്നൂരിലെയും അഴീക്കോട്ടെയും വോട്ട് ചോർച്ച പ്രത്യേകം പരിശോധിക്കണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ഒന്നും മറച്ചുവെക്കേണ്ടതില്ല, പറയേണ്ടത് മുഴുവൻ പറഞ്ഞോളൂ എന്ന ആമുഖത്തോടെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. പാർട്ടി കോട്ടകളെ പോലും അമ്പരപ്പിച്ച UDF വിജയത്തിന് അനുഭാവികളുടെയും വർഗ ബഹുജന സംഘടനകളുടെയും പ്രവർത്തകരുടെയും സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അമൃത ന്യൂസ്, കണ്ണൂർ. ഇന്ത്യ അഭൂതപൂർവമായ പരിവർത്തനത്തിൻ്റെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും രാജ്യത്തിൻ്റെ ആഗ്രഹങ്ങൾ അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുകയാണെന്നും
പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നെതർലാൻഡ്സിലെ ദ ഹേഗിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയെ ഒരു അവസരങ്ങളുടെ നാടെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി വലിയ സ്വപ്നങ്ങളുള്ള യുവതലമുറയാണ് രാജ്യത്തിൻ്റെ കരുത്തെന്നും എല്ലാ മേഖലകളിലും രാജ്യം കൂടുതൽ ഉയർന്ന ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ വെച്ച് പുലർത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. आज हमारा भारत भी बहुत बड़े सपने देख रहा है. आज देश कह रहा है हमें सिर्फ ट्रांसफॉर्मेशन नहीं चाहिए, हमें बेस चाहिए. क्या चाहिए? और हमें सिर्फ बेस. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനത്തിന് പിന്നാലെ ഇറാനെതിരെ അമേരിക്ക ശക്തമായ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നതായി സൂചന. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 2.0 നടപ്പിലാക്കാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായിട്ടാണ് റിപ്പോർട്ട്. ചൈനയിൽ നിന്നും തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് നിർണായക തീരുമാനം. ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നതിൽ നിന്നും ഹോർമുസ് കടലെടുക്ക് തടയുന്നതിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കാൻ അമേരിക്കയും ചൈനയും ധാരണയിലെത്തിയെന്നും റിപ്പോർട്ടുകളിലുണ്ട്. നയതന്ത്ര സ്തംഭനാവസ്ഥ സൈനിക ശക്തിയിലൂടെ മറികടക്കാനാണ് ട്രംപിന്റെ തീരുമാനമെന്നും അതിന്റെ ഭാഗമായി വ്യോമാക്രമണം പുനരാരംഭിക്കാൻ പദ്ധതിയിടുന്നതായും ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ചൈന സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ തൊട്ടടുത്ത ദിവസമാണ് ട്രംപ് പുതിയ നീക്കങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. സൗദി ജിദ്ദ സമുദ്ര അതിർത്തിക്കുള്ളിലെ സുരക്ഷാ മുൻകരുതൽ ചട്ടങ്ങൾ ലംഘിച്ച 2 സ്വദേശികളെ സുരക്ഷാ സംഘം പിടികൂടി. അനുമതിയില്ലാതെ മീൻപിടുത്തം നടത്തിയതിനും വേട്ടയാടുന്നതിനായി നിരോധിച്ചിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചതിനുമാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത്. കുവൈറ്റിലെ കണ്ണൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പാറ്റ്സ് അസോസിയേഷൻ ആതുര സേവന രംഗത്തെ പ്രമുഖരായ മെട്രോ മെഡിക്കൽ കെയറിൻ്റെ സഹായത്തോടെ സംഘടിപ്പിച്ചു വരുന്ന മെഡിക്കൽ ക്യാമ്പിൻ്റെ 2ാം ഘട്ടം സമാപിച്ചു. ജലീബ് മെട്രോ കെയറിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പ് ഫോക്ക് പ്രസിഡന്റ് എൽദോ ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രാഹുൽ ഗൗതം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഫോക്ക് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി വിജയ്കുമാർ NK, മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് ഹെഡ് ബഷീർ ബാത്ത, പ്രിയേഷ് ജിഷ വർഗീസ്, ബ്രാഞ്ച് മാനേജർ അഖില കൂടാതെ ഫോക്കിന്റെ മുതിർന്ന ഭാരവാഹികളും ആശംസകൾ നേർന്ന് സംസാരിച്ചു. 300-ലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. റിയാദിൽ ഒരു മസാജ് സെന്ററിൽ പൊതു ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടതിന് 7 പ്രവാസികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സാമൂഹ്യ സുരക്ഷ മനുഷ്യക്കടത്ത് വിരുദ്ധ വിഭാഗവുമായി സഹകരിച്ചാണ് മസാജ് സെന്റർ റെയ്ഡ് ചെയ്ത് നിയമലംഘകരെ അറസ്റ്റ് ചെയ്തത്. നിയമാനുസൃത നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ പിന്നീട് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. മസാജ് സെന്ററിനെതിരെ റിയാദ് നഗരസഭ പിഴ അടക്കമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ചതായും റിയാദ് പോലീസ് അറിയിച്ചു. കുവൈറ്റിലെ ടാക്സി ഡ്രൈവർമാരുടെ വ്യക്തിഗത വിവരങ്ങളും ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ചെയ്ത് വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ യുവതിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി. ടാക്സികളിൽ യാത്രക്കാരിയായി കയറുന്ന യുവതി ഡ്രൈവർമാരുടെ സീറ്റിന് പിന്നിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള പേരും സിവിൽ നമ്പറും രഹസ്യമായി ശേഖരിക്കും. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഡ്രൈവർമാരുടെ പേരിൽ വ്യാജ ഡിജിറ്റൽ പേയ്മെൻറ്റ് അക്കൗണ്ടുകൾ നിർമ്മിക്കുകയാണ് ആദ്യഘട്ടം. പിന്നീട് യാത്രക്കൂലി ഡിജിറ്റലായി നൽകാമെന്ന് വിശ്വസിപ്പിച്ച ഡ്രൈവർമാരുടെ ഫോണിലെ കുവൈറ്റ് മൊബൈൽ ID ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കാൻ ആവശ്യപ്പെടും. ഇതിലൂടെ ഡ്രൈവർമാർ പോലും അറിയാതെ അക്കൗണ്ട് വെരിഫിക്കേഷൻ നടപടികൾ ഇവർ പൂർത്തിയാക്കും. ഒരിക്കൽ അക്കൗണ്ട് സജീവമായാൽ അതുപയോഗിച്ച് ഓൺലൈൻ വഴി വില കൂടിയ സാധനങ്ങൾ വാങ്ങുകയും അതിൻ്റെ ബിൽ ഡ്രൈവർമാരുടെ പേരിൽ വരികയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ വാങ്ങുന്ന സാധനങ്ങൾ പിന്നീട് മറച്ചുവിറ്റാണ് ഇവർ പണം സമ്പാദിച്ചിരുന്നത്. ചോദ്യം ചെയ്യൽ സമാനമായ 70ഓളം തട്ടിപ്പുകൾ നടത്തിയതായി യുവതി സമ്മതിച്ചു. ഡിജിറ്റൽ ആപ്ലിക്കേഷൻ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. കുവൈറ്റ് നാഷണൽ ഗാർഡിൻ്റെ പേരിൽ സർക്കാർ കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിനെ ഉദ്ധരിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രസ്താവന. നാഷണൽ ഗാർഡ് വക്താവും മോറൽ ഗൈഡ് ഡയറക്ടറുമായ ബ്രിഗേഡിയർ ജനറൽ ഡോക്ടർ ജഥാൻ ഫാദൽ ആണ് ഇക്കാര്യം അറിയിച്ചത്. പ്രചരിക്കുന്ന ചിത്രം ഔദ്യോഗിക സ്ഥാപനത്തെ അനുകരിക്കുന്നതാണ്. സംസ്ഥാന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളും അറിയിപ്പുകളും പങ്കുവയ്ക്കുമ്പോൾ ഔദ്യോഗിക അക്കൗണ്ടുകൾ മാത്രം വിശ്വസിക്കണമെന്നും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കോഴിക്കോട് KSRTC ബസിൻ്റെ ചില്ല് തകർത്തത് തൻ്റെ ഭാര്യയല്ല എന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്. ചാനലുകളുടെ പേരിൽ നടക്കുന്നത് വ്യാജ പ്രചരണമാണെന്നും കോൺഗ്രസ് ലീഗ് ഹാൻഡിലുകൾ വ്യാജ പ്രചരണം നടത്തുന്നു എന്നും വസീഫ് പറഞ്ഞു. കൊണ്ടോട്ടി സഖാക്കൾ എന്ന പേജിലൂടെയാണ് പ്രധാന സൈബർ അധിക്ഷേപമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും വസീഫ് വ്യക്തമാക്കി. എൻ്റെ ഭാര്യയാണ്, DYFI നേതാവ് വസീഫിൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് വലിയ പ്രചരണം വരിക. പിന്നീട്
കുറേയേറെ ആളുകൾ ഇത് ഏറ്റുപിടിക്കുക. അപ്പോൾ എൻ്റെ ഭാര്യ നേരത്തെ നിങ്ങൾ വരുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ടേ ഉള്ളൂ. അവർക്ക് ഇന്നലെ ഒന്നും വലിയ പ്രശ്നമായിരുന്നില്ല. ഇന്ന് അവർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഹോസ്പിറ്റലിൽ ഒന്ന് രണ്ട് പേഷ്യൻസ് വരെ ചോദിച്ചു എന്താ സംഭവിച്ചത്. തൃശൂർ ചേരുംകുഴിയിൽ CPM ബ്രാഞ്ച് ഓഫീസിന് നേരെ പെട്രോൾ ബോംബ് ആക്രമണം. ഇന്നലെ രാത്രി 10:30 സംഭവം. ബൈക്കിലെത്തിയ 2 പേർ ബോംബ് എറിഞ്ഞ് കടന്നു കളയുകയായിരുന്നു. രാത്രി 10:30 ബൈക്കിലെത്തിയ 2 അംഗ സംഘം പെട്രോൾ ബോംബ് കത്തിച്ച ചേരുംകുഴി പാർട്ടി ഓഫീസിനുള്ളിലേക്ക് എറിയുകയായിരുന്നു. ഓഫീസിനുള്ളിലുണ്ടായിരുന്ന നേതാക്കളുടെ ഫോട്ടോകൾക്ക് സമീപത്താണ് ബോംബ് പതിച്ചത്. ശബ്ദം കേട്ടാണ് ആളുകൾ ഓടിയെത്തിയത്. ഓഫീസിന് മുൻവശത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒല്ലൂരിലെ പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ലഹരി മാഫിയ സംഘത്തെ CPM പ്രവർത്തകർ ചിലർ ചോദ്യം ചെയ്തതാണ് ആക്രമണ കാരണമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആരോപണം. ഇവിടുത്തെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന ചില ആളുകൾ കൂടി ഈ പ്രദേശത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം കഞ്ചാവ് ക്രിമിനൽ മാഫിയ സംഘങ്ങൾക്കും അതിനൊത്താശ ചെയ്യുന്നവർക്കുമെതിരെ ശക്തമായ പ്രതിഷേധം നാട്ടിൽ ഉയരുക തന്നെ ചെയ്യും. സംഭവത്തിൽ ബൈക്കിന്റെ നമ്പർ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രദേശത്ത് സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ലഹരി മാഫിയ സംഘത്തിന്റെ നീക്കത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് CPM ജില്ലാ നേതൃത്വം അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് സ്കൂൾ പാഠപുസ്തക വിതരണത്തിൽ പ്രതിസന്ധി തുടരുന്നു. LDF സർക്കാർ പടിയിറങ്ങും മുന്നേ പാഠപുസ്തക അച്ചടി പൂർത്തിയാക്കിയെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ 35% പുസ്തകം ഇനിയും വിതരണം ചെയ്യാനുണ്ട്. പല ജില്ലകളിലും പുസ്തക വിതരണം മുടങ്ങിയിട്ടുണ്ട് എന്നാണ് അധ്യാപകരും പരാതിപ്പെടുന്നത്. കോഴിക്കോട് ഉൾപ്പെടെ വിവിധ ജില്ലകളിലും പാഠപുസ്തക വിതരണം പാതി വഴിയിലാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF സർക്കാർ പ്രഖ്യാപിച്ചത് അടുത്ത അധ്യയന വർഷം മുമ്പേ പാഠപുസ്തക വിതരണം പൂർത്തീകരിക്കാൻ നടപടിയെടുത്തു എന്നായിരുന്നു. കോഴിക്കോട് ഉൾപ്പെടെ വിവിധ ജില്ലകളിലും പാഠപുസ്തക വിതരണം പാതി വഴിയിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF സർക്കാർ പ്രഖ്യാപിച്ചത് അധ്യയന വർഷം മുമ്പേ പാഠപുസ്തക വിതരണം പൂർത്തീകരിക്കാൻ നടപടിയെടുത്തു എന്നായിരുന്നു. എന്നാൽ പുതിയ അധ്യയന വർഷത്തിലേക്ക് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും 35% വിതരണം ഇനിയും ബാക്കിയെന്നാണ് ജില്ലയിലെ കണക്കുകളിലൂടെ വ്യക്തമാകുന്നത്. അച്ചടിക്കാൻ പണം നൽകാനാകാതെ അച്ചടി നിർത്തിയതോടെ പ്രതിസന്ധി രൂക്ഷമാവുകയും ചില അധ്യാപക സംഘടനകൾ ഇടപെടുകയുമായിരുന്നു. രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുവെന്ന് പ്രചരണം നടത്തുകയും എന്നാൽ പ്രായോഗികമായി വലിയ പരാജയമായി മാറുകയും ചെയ്ത സർക്കാർ പാഠപുസ്തക രംഗത്തും അതിന്റെ പ്രിന്റിങ്ങിലും അതിന്റെ വിതരണത്തിലും കാണിച്ച ഗുരുതരമായ അലംഭാവമാണ് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഉത്തരവാദി മുൻ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പുമാണ് എന്ന് PPSD ആരോപിച്ചു. KBPS ആണ് പുസ്തകങ്ങൾ അച്ചടിച്ച് ജില്ലയിലെ വിതരണ ഹബ്ബിൽ എത്തിക്കുന്നത്. ഇവ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തരം തിരിച്ച് പാക്ക് ചെയ്യുന്നു. ഇതിനായി കുടുംബശ്രീയുടെ 24 സ്റ്റാഫുകളും 4 വാഹനങ്ങളുമുണ്ട്. ഇവിടെ നിന്നും ജില്ലയിലെ 333 സൊസൈറ്റികളിൽ പുസ്തകങ്ങൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. മെയ് അവസാന വാരത്തോടെ എല്ലാ പുസ്തകങ്ങളും സ്കൂളിൽ എത്തിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അധികൃതർ പറയുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലെ യുനെസ്കോ ചെയറുകളുടെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ കൊല്ലം അമൃതപുരിയിൽ അന്താരാഷ്ട്ര റൗണ്ട് ടേബിൾ സമ്മേളനം. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ദ്വിദിന സമ്മേളനത്തിൽ ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള യുനെസ്കോ പ്രതിനിധികളും വിദഗ്ധരും പങ്കെടുത്തു. വിദ്യാഭ്യാസം, സുസ്ഥിര വികസനം, ലിംഗസമത്വം, സാമൂഹ്യ പുരോഗതി തുടങ്ങിയ മേഖലകളിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ലോകമെമ്പാടുമുള്ള സർവകലാശാലകളെ ബന്ധിപ്പിച്ച് അറിവും ഗവേഷണവും പങ്കിടാൻ സഹായിക്കുന്ന യുനെസ്കോയുടെ ഒരു ഗ്ലോബൽ നെറ്റ്വർക്കാണ് യുനെസ്കോ ചെയറുകൾ. രാജ്യങ്ങൾ തമ്മിലുള്ള വിദ്യാഭ്യാസ സഹകരണം വർദ്ധിപ്പിക്കുക, ഗവേഷണവും അറിവും പങ്കിടൽ എളുപ്പമാക്കുക, വികസന രാജ്യങ്ങൾക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകുക എന്നിവ ഇത് ലക്ഷ്യമിടുന്നു. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ യുനെസ്കോ ചെയറുകൾ പ്രവർത്തിക്കുന്ന സർവകലാശാലയാണ് അമൃത വിശ്വവിദ്യാപീഠം. ലിംഗസമത്വം, സുസ്ഥിര വികസനം, അസിസ്റ്റീവ് ടെക്നോളജി എന്നീ മേഖലകളിലെ യുനെസ്കോ ചെയറുകളാണ് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നത്. അമൃതപുരി ക്യാമ്പസിൽ നടന്ന ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ യുനെസ്കോ ചെയറുകളുടെ 2 ദിവസത്തെ റൗണ്ട് ടേബിൾ സമ്മേളനത്തിൽ യുനെസ്കോ പ്രതിനിധികളും വിദഗ്ധരും പങ്കെടുത്തു. യുനെസ്കോയുടെ പ്രവർത്തനങ്ങളുടെയും നയപരമായ തീരുമാനങ്ങളുടെയും അവിഭാജ്യ ഘടകവും ഏറ്റവും വലിയ കരുത്തുമാണ് യുനെസ്കോ ചെയറുകളെന്ന് യുനെസ്കോ ന്യൂഡൽഹി റീജിയണൽ ഓഫീസ് ഡയറക്ടർ ടിം കാർട്ടിസ് പറഞ്ഞു. ബംഗ്ലാദേശിൽ നിന്നുള്ള സൂസൻ വൈസ്, നേപ്പാളിൽ നിന്നുള്ള ജാക്കോ ഡു ടോയ്റ്റ് ഉൾപ്പെടെയുള്ള യുനെസ്കോയുടെ അന്താരാഷ്ട്ര പ്രതിനിധികളും ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും യുനെസ്കോ പ്രതിനിധികളും വിദഗ്ധരും യുനെസ്കോ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഹൈബ്രിഡ് സമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃതപുരിയിലെത്തിയ സംഘം അമൃത സർവകലാശാല ചാൻസലർ സദ്ഗുരു ശ്രീ മാത അമൃതാനന്ദമയി ദേവിയുമായി കൂടിക്കാഴ്ച നടത്തി.
അമൃത സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന 3 യുനെസ്കോ ചെയറുകളാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ചത്. വിദ്യാഭ്യാസം, സുസ്ഥിരത, ലിംഗസമത്വം, സാമൂഹിക വികസനം തുടങ്ങി വിവിധ മേഖലകളിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ഈ അന്താരാഷ്ട്ര റൗണ്ട് ടേബിൾ സമ്മേളനം ലക്ഷ്യമിട്ടത്. അമൃത ന്യൂസ്, കൊല്ലം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.